വേൾഡ് വൈഡ് 70 crores കളക്ട് ചെയ്ത ധനുഷിന്റെ സിനിമയാണ് ഇഡ്ലിക്കട. പക്ഷേ ചെറിയൊരു പ്രശ്നം, ബഡ്ജറ്റ് 100 കോടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ സിനിമയെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ധനുഷിന്റെ അച്ഛനെ പറ്റി അറിയണം. ഈ നാട് മുഴുവൻ ഉറങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ മാത്രം ഉണർന്നിരിക്കും. ബൈ ദ വേ, ഇതൊക്കെ കേട്ടി എൻ്റെ അച്ഛൻ സൂപ്പർ ഹീറോ എല്ലാം ആണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പുള്ളി നട്ടപ്പാതിരാത്രിക്ക് ഇഡ്ലിക്ക് മാവാട്ടാൻ പോകുന്നതാണ്. അങ്ങനെ ഇയാളെ പോലെ ഇവിടെ കിടന്ന് പാതിരാത്രിക്ക് മാവാട്ടാൻ വയ്യാന്ന് വെച്ചിട്ട് ധനുഷ് നേരെ ഹോട്ടൽ മാനേജറിന്റെ അടുത്ത് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. നീ മദ്രാസിനൊക്കെ പോയാലും മനസ്സിലായച്ച അച്ഛനമ്മയെ മറക്കരുതെന്നല്ലേ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഇഡ്ഡലി കടയെ മറക്കരുത്. ഓ നാശം, ഒന്ന് വേഗം ബസ് എടുത്തിരുന്നെങ്കിൽ. അങ്ങനെ എന്തായാലും ധനുഷ് പെട്ടെന്ന് തന്നെ മലേഷ്യയിലേക്ക് പോകും. എന്തൊക്കെ പറഞ്ഞാലും പാവം പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അടാ ഇഡ്ലിയാണോടാ മിസ് ചെയ്യുന്നത്? ഓ, ലൈക്ക് ഫാദർ ലൈക്ക് സൺ. എനിവേ മലേഷ്യയിലെത്തിയ ധനുഷ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വലിയ കമ്പനിയിൽ ജോലി സെറ്റാക്കും. ആ കമ്പനിയിലെ തന്നെ മുതലാളിയുടെ മോളെയും സെറ്റാക്കും. എന്നിട്ട് അവരുമായിട്ട് കല്യാണം ഉറപ്പിക്കും. അങ്ങനെ കല്യാണം ഉറപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ധനുഷിന് ഒരു കോൾ വരുന്നത്. ധനുഷിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതോടുകൂടി ധനുഷിനും പുള്ളിയുടെ വീട്ടുകാർക്കും എന്തിനാ നാട് മൊത്തത്തിൽ സങ്കടപ്പെടും. ഇവന്റെ അച്ഛൻ മരിച്ചതിലല്ല, പുള്ളിയുടെ ഇഡ്ലി കിട്ടാത്ത. അവനുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ട് ഞാൻ വയലിലോട്ട് പോകും. അയാളുടെ കടയിൽ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇടക്ക് ധനുഷിന്റെ അമ്മ അച്ഛന്റെ ഫ്ലാഷ് ബാക്ക് വലയ്ക്കും. നോക്കുമ്പോണ്ടാ അതിലും ഇഡ്ലി. ഓ, ഇയാളെ ഇഡ്ലി ആയിട്ട് വല്ലതും പുനർജനിക്കോ? പക്ഷെ അവിടെ ഞാൻ തോറ്റുപോയി. ഇഡ്ലി ആയിട്ടല്ല ജനിച്ചത്, പകരം മോളെ കസ്തൂരി, നമ്മുടെ ശിവനേശൻ എങ്ങും പോയിട്ടില്ല മോളെ, കന്നുകുട്ടിയായിട്ട് ജനിച്ചിരിക്കല്ലേ. അതെ, പശുവായിട്ട്. അപ്പൊ കൺഗ്രാചുലേഷൻസ് ബ്രോ. ഇനി അച്ഛന് കാടികളൊക്കെ കൊടുത്ത് വളർത്താലോ. ഓ, ലക്കി ഗൈ. അങ്ങനെ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഇവിടുന്ന് ഇവന്റെ അമ്മയും മരിക്കും. പക്ഷെ പേടിക്കണ്ട ബ്രോ, വല്ല പൂച്ചയായിട്ട് വല്ലതും ജനിക്കുമായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ധനുഷിന്റെ അച്ഛനും മരിച്ച് അമ്മയും മരിച്ച്. എന്റെ അച്ഛനാണെങ്കിൽ പശുവായിട്ടൊക്കെ പുനർജനിച്ചിരിക്കുകയാണ്. അത് അതിനും വലിയ ട്രാജഡി. അങ്ങനെ ഈ പശുവിനെയൊക്കെ കണ്ട് മൊത്തത്തിൽ പുള്ളി പൊളിഞ്ഞു നിൽക്കുമ്പോണ്ടാ മലേഷ്യയിലുള്ള ഗേൾ ഫ്രണ്ട് വിളിക്കുന്നു. അതെ, കണ്ടാലും പറയും ആ കൂളിംഗ് ഗ്ലാസ് എങ്കിലും ഒന്നും ഊരായിരുന്നു. എനിവേ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, നായികയുടെ പ്രശ്നം ധനുഷിന്റെ അച്ഛൻ മരിച്ചതൊന്നല്ല, ഈ കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിന്റെ നാട്ടിൽ നടക്കുന്ന കല്യാണം എന്ന് വിചാരിച്ചോ? ലോകത്തുള്ള എല്ലാ ഇമ്പോർട്ടന്റ് വിഐപിസും ഇവിടെ വരുന്നുണ്ട്. അതെ, ലോകമെമ്പാടുള്ള വിഐപിസ് ഒക്കെ ഇവരുടെ കല്യാണത്തിന് വേണ്ടി ഫ്ലൈറ്റ് കയറി ഇങ്ങനെ ഇരിക്കുമല്ലേ, അതങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. എനിവേ ധനുഷ് അപ്പം തന്നെ കല്യാണം വേണ്ട, മലേഷ്യ വേണ്ട, ഒരു കോപ്പും വേണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അച്ഛൻ്റെ ഇഡ്ലി കട അങ്ങ് റീലോഞ്ച് ചെയ്യും. ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ നിസ്സാര കാരണമായ അച്ഛനും അമ്മയും മരിച്ചതുകൊണ്ട് കല്യാണം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞ ധനുഷിനെ അടിച്ചു കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നായികയുടെ ചേട്ടൻ ഇന്ത്യയിലേക്ക് വരും. ധനുഷ് അടികൊണ്ട് മെഴുകി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പണ്ട് ധനുഷിന്റെ അമ്മ പറഞ്ഞ ഡയലോഗ് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെന്താ വെളിരാജ്യമാണെന്ന് വിചാരിച്ചോ? പരസ്പരം ആളുകൾ തമ്മിൽ അറിയാതിരിക്കാൻ ഇവിടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരുമാ. ആ ബന്ധുക്കളെല്ലാരും കൂടെ എന്തായാലും WWE പോലെ നോക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരു ബന്ധുവും രക്ഷിക്കാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ധനുഷ് തന്നെ ഇവനെങ്ങ് തിരിച്ചടിക്കും. ഓ, കല്യാണം നിർത്തി വെച്ചുകൊണ്ടുണ്ടായ ന്യൂസിന്റെ അപമാനം തീർക്കാൻ വേണ്ടി പോയതാ. ഇനി എന്തായാലും ആ ന്യൂസ് ഇതോടെ മുങ്ങിക്കോളും. ഇനിയിപ്പോൾ ഇതായിരിക്കും ന്യൂസ്. അങ്ങനെ ഈ ചെറിയ ഫൈറ്റിനൊക്കെ ശേഷം നമ്മുടെ ധനുഷ് പുള്ളിയുടെ കട റീലോഞ്ച് ചെയ്ത ശേഷമുള്ള ഫസ്റ്റ് ഇഡ്ലി വിളമ്പും. ശിവനേശൻ ഉണ്ടാക്കിയ ഇഡ്ഡലി നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. ശിവനേശൻ തിരിച്ചു വന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയാലേ ആ രുചി കിട്ടും. ഓ, ഇങ്ങേരി ആ പശുവിനെ പിടിച്ചങ്ങ് അടുക്കളയിൽ കെട്ടിയിട്ട് കൊടുറേ, അതുണ്ടാക്കി കൊടുത്തോളും അയാൾക്ക് വേണ്ടുന്ന ഇഡ്ലി. അങ്ങനെ എന്തായാലും ധനുഷ് കട തുടങ്ങിയതിനു ശേഷം പിന്നെ നാട്ടിൽ മൊത്തം ഇഡ്ലി ചർച്ചയാവും. കട അടിച്ചിട്ടിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു, അച്ഛന്റെ പേര് കളയാനായിട്ട് ഇറങ്ങിയിരിക്കുക. തന്തേക്കാൾ മോശം. എനിവേ ഇഡ്ലി കട മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായ ധനുഷ് ഇഡ്ലിയെ പറ്റി ശാസ്ത്രീയമായി പഠിക്കാൻ വേണ്ടി തീരുമാനിക്കും. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതെ നിങ്ങൾക്കറിയാം, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതാ, നട്ടപ്പാതിരാത്രിക്ക് കടയിൽ പോയിട്ട് മാവാട്ടണം. അപ്പൊ ഈ സമയത്തൊക്കെ എണീക്കാനാണെങ്കിൽ എന്തായാലും അലാറം വേണം. സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ അലാറത്തിന്റെ സൗണ്ട് കൂട്ടിയിടും അല്ലെങ്കിൽ വൈബ്രേഷൻ ഇടും. പക്ഷെ ധനുഷിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് അതെ, ധനുഷിന്റെ അച്ഛനങ്ങ് സ്വർഗത്തിൽ നിന്ന് വന്ന് പുള്ളി എഴുന്നേപ്പിക്കും. ആൻഡ് ഇതാണെന്ന് തോന്നുന്നു ഗോസ്റ്റ് അലാറം. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവനെ ഓർമ്മയുണ്ടോ, ധനുഷ് അടിച്ച് സൈഡാക്കിയ പുള്ളി ചെറുതായിട്ടൊന്ന് എണീക്കും. എന്നിട്ട് ധനുഷിനെ അങ്ങ് ഷൂട്ട് ചെയ്യും. പക്ഷേ ധനുഷിനെ ഷൂട്ട് ചെയ്തിട്ട സ്ഥലം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ധനുഷിൻ്റെ അച്ഛൻ അതിൻ്റെ ഇടയിൽ പരുന്തായിട്ട് പുനർജനിച്ചിട്ട് ആ ലൊക്കേഷൻ നാട്ടുകാർക്ക് അങ്ങ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത് കുറച്ച് കൂടുന്നുണ്ട്, 2 സെക്കൻഡ് കിട്ടി അപ്പം പുനർജനിച്ച് കളയും. അങ്ങനെ എന്തായാലും ധനുഷിനെ ഷൂട്ട് ചെയ്ത് അറിഞ്ഞ് ആ നാട് മൊത്തം അവിടെ ഇറങ്ങും. ഓ, കഴിഞ്ഞ പ്രാവശ്യം ഒരു അടി കൊണ്ടപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ മാറാം, ഒരു ഇഡ്ലി കൊടുത്തപ്പോൾ മാറിയ മാറ്റവേ. സിനിമയിലൊക്കെ വെടികൊണ്ട മരിക്കാറില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ മരിക്കില്ലേ? അത് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളണം.
എവിടെ കൊണ്ടാ ചാവും? ഓ ഈ ചെറുക്കൻ ഇഡ്ഡലി കൊടുത്തില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ധനുഷിനെ വെടിവെച്ചിട്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല എന്ന് മനസ്സിലായ വില്ലന്മാര് പോലീസുകാർക്ക് പൈസ കൊടുത്ത് ധനുഷിന്റെ ഇഡ്ഡലി കട അടപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കും. ഞാൻ ആ കടയിൽ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചാടോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ കൂടെ കടയാടോ അത്. അങ്ങനെ വേറൊരു വഴിയില്ലാന്ന് മനസ്സിലായ വില്ലൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് ഇഡ്ഡലി കട അങ്ങ് കത്തിക്കും. അത് പറയുന്ന അയാളുടെ ഒരു സ്പിരിറ്റ് കണ്ടില്ലേ സാറേ? ആൻഡ് ഇഡ്ഡലി കട കത്തുന്നത് കൊണ്ട് നമ്മളും നാട്ടുകാരും ധനുഷും ഒക്കെ ഇമോഷണൽ ആവും. എന്റെ പൊന്നു ബ്രോ ഒന്ന് നിർത്ത്. എനിക്കിപ്പോ തന്നെ അച്ഛൻ പരുന്താണോ പശുവാണോന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് കടയെ കൂടെ അച്ഛാന്ന് വിളിക്കല്ലേ. അങ്ങനെ ഇതേ സമയം മറ്റൊരിടത്ത് ധനുഷിനെ അടിച്ചതോ ഷൂട്ട് ചെയ്തതോ പോലെയല്ല, ഇഡ്ഡലി കട കത്തിച്ചത് അത് വലിയ തിന്മയാണ് എന്ന് പറഞ്ഞ് വില്ലന്റെ അച്ഛൻ ധനുഷിന്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറയാൻ വേണ്ടി പറയും വില്ലനോട്. അങ്ങനെ അച്ഛന്റെ നിർബന്ധപ്രകാരം മാപ്പ് പറയാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഈഗോ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. അറിയാലോ ഇതൊരു ടെറർ വില്ലനാണ്. ഐ മീൻ കുറച്ച് ചെറിയ ടെറർ. അങ്ങനെ ഇരിക്കെ ധനുഷ് പുള്ളിയെ കടയിലേക്ക് വിളിച്ചിട്ട് അതെ അത് തന്നെ ഇഡ്ഡലി അങ്ങ് വിളമ്പി കൊടുക്കും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വില്ലന്റെ ഈഗോ പോയി എന്ന് മാത്രമല്ല ആ കട കത്തിച്ചതിന് പണിഷ്മെന്റ് ആയിട്ട് 2 മണിക്കൂർ മാവ് കൂടെ ആട്ടി കൊടുത്തിട്ടാണ് പുള്ളി വരുന്നത്. ആൻഡ് അതോടെ കണ്ടപ്പോൾ 100% സാറ്റിസ്ഫൈഡ് ആയി. ആൻഡ് അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ അറിയാം വൈ രംഗണ്ണ സെറ്റ് വേണ്ട ഫുൾ കഴിച്ചതാ.